പ്രമോദ് ഭായ്, ഇതൊരു ഹോം തിയേറ്ററും അതേപോലെ ഒരു സ്റ്റുഡിയോ കൂടെയാണ് അല്ലേ? അതെ അതെ, ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ കൂടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മ്യൂസിക് ഫീൽഡിലുള്ള കാരണം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ ഫ്രണ്ട് പ്രമോദ് ഭായിയുടെ വീട്ടിലാണ്. പ്രമോദ് ഭായ്, അപ്പോൾ നമ്മളിപ്പോൾ ഹോം തിയേറ്ററിലാണ് അല്ലേ? അപ്പോൾ ഇതിന് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ഇതിന് ബാക്കിലായിരിക്കും. അപ്പോൾ ഒന്ന് തിരിച്ച് വെച്ചിട്ട് സ്ക്രീനിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. സ്ക്രീന് നമ്മൾ സാധാരണ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ റെഡിമെയ്ഡ് സ്ക്രീൻ വാങ്ങിയിട്ട് ഇതിന് സ്വന്തം വീടായ കാരണം അത് പ്രമോദ് ഭായിയുടെ സ്വന്തം വീട്ടിലാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ പ്രമോദ് ഭായി ഒരു മ്യൂസീഷ്യനാണ്. പാട്ട് പാടും, കീബോർഡ് വായിക്കും, അതുപോലെ മെലോഡിക്ക അല്ലേ, അങ്ങനത്തെ ഒരു എക്യുപ്മെന്റ് കൂടെ കൈകാര്യം ചെയ്യും. അപ്പോൾ നമ്മളിവിടെ സൗണ്ട് പ്രൂഫിങ് ചെയ്തിട്ടുണ്ട് അല്ലേ? സൗണ്ട് പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. അക്കോസ്റ്റിക്, അതുപോലെ സൗണ്ട് സിസ്റ്റം ഒക്കെ ഏതാണ്? സൗണ്ട് സിസ്റ്റം നമ്മള് ഹർമൻ ഗാർഡിന്റെ ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. മുന്നേ യൂസ് ചെയ്തിരുന്നത് തന്നെയാണ്. പിന്നെ സ്പീക്കർ സിസ്റ്റം യമഹയുടെ ഫുൾ സിസ്റ്റം ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു അറ്റ്മോസിന്റെ ചെയ്തിട്ടുണ്ട്. മഴ പെയ്യുമ്പോഴൊക്കെ സൗണ്ട് വരാനുള്ള കിട്ടാൻ വേണ്ടിയിട്ടുള്ള അറ്റ്മോസ് സിസ്റ്റം. അതെ അതെ, 8.1 സിസ്റ്റം ആണ്. അഡ്വാൻസ്ഡ് ആയിട്ട്. അപ്പൊ ഇതാണല്ലേ പുതിയ പ്രൊജക്ടർ വന്നത്. അപ്പൊ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് പവർ കോഡ്, കേബിളുണ്ട്, കമ്പ്യൂട്ടറിന് രണ്ട് മൂന്ന് ടൈപ്പ് പവർ കോഡുണ്ട്. സ്ക്വയർ റിമോട്ട് കൺട്രോളുണ്ട്. പ്രൊജക്ടർ അത്യാവശ്യം വലുപ്പമുണ്ട്. യൂസർ മാനുവലുണ്ട്, ബാറ്ററി റിമോട്ടിലേക്ക് ഉള്ളതിന്. HDMI കേബിൾ ഇല്ലേ? അല്ല, അത് കസ്റ്റമൈസ്ഡ് ആണോ? നമ്മൾ നേരത്തെ ഇട്ട് വയ്ക്കുന്നതല്ലേ? അപ്പോൾ ഇതാണ് പ്രൊജക്ടർ വരുന്നത്. ഇതിപ്പോൾ ഫുൾ HD റേഞ്ചിൽ വരുന്ന പ്രൊജക്ടറാണ്. അത്യാവശ്യം വലുപ്പമുണ്ട്. വ്യൂസോണിക് PA700 വാട്ട് NW എന്നുള്ളൊരു മോഡലാണിത്. അപ്പോൾ ഇതിന് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ഇതിന് ബാക്കിലായിരിക്കും. ബാക്കിലാണ്. അതൊന്ന് തിരിച്ച് വെച്ചിട്ട് നമുക്ക്. അപ്പോൾ ഇതിന് ബാക്കിലാണ് എല്ലാ പോർട്ടുകളും വരുന്നത് അല്ലേ? അതായത് HDMI പോർട്ട് രണ്ട് പോർട്ടുണ്ട്. USB പോർട്ടുണ്ട്, VGA പോർട്ട്, പിന്നെ ഓഡിയോ ഔട്ട് രണ്ട് ഓഡിയോ ഔട്ട് വരുന്നുണ്ട്, പിന്നെ മോണിറ്റർ ഔട്ടും ഉണ്ട്. പിന്നെ മുകളിലായിട്ട് പിന്നെ ബട്ടൺസ്, അതുപോലെ സൂം ചെയ്യാനുള്ള കൺട്രോൾസ്. ഇവിടെ ഫോക്കസിങ്. അപ്പോൾ നമുക്കിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം അല്ലേ? ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അപ്പോൾ പ്രമോദ് ഭായി, നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ലൈറ്റിലാണ്. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഔട്ട്പുട്ട് കുഴപ്പമില്ല. നല്ല നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ഔട്ട്പുട്ടാണ്. നല്ല ബ്രൈറ്റ്നസ് കാര്യങ്ങൾ, ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ വേറെ ഒരുപാട് വർക്കുകൾ നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഹോം തിയേറ്റേഴ്സ് പല പല കോൺഫിഗറേഷൻസ് ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ സ്വന്തം വീടായ കാരണം അല്ലേ? അപ്പോൾ ഇത് പ്രമോദ് ഭായിയുടെ സ്വന്തം വീട്ടിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ
ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു അല്ലേ, കോസ്റ്റ് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക്. ഇതിപ്പോ നമുക്ക് റൂമിന്റെ ഇത് മൊത്തം ഒരു 2.5 ലക്ഷം റുപ്യ ആയിട്ട് ഉണ്ടാവും ഏകദേശം. നമുക്ക് കസ്റ്റമേഴ്സിന് ചുരുങ്ങിയ ചെലവില് അല്ലേ പല റേഞ്ചിലും നമുക്ക് ചെയ്യാം. കോസ്റ്റ് കുറച്ചിട്ടും ഹൈ എൻഡ് ഇതിലും അങ്ങനെ ചെയ്യാം. മെയിൻ കോസ്റ്റ് എന്ന് പറയുന്നത് സ്പീക്കർ, സൗണ്ട് സിസ്റ്റം മെയിൻ, പിന്നെ ഉപയോഗിക്കുന്ന സ്ക്രീന്, അതിനൊക്കെ അക്കോസ്റ്റിക് വർക്കിനും അതൊക്കെ വെച്ചിട്ടാണ് റേറ്റ് തീരുമാനിക്കുന്നത്. കാര്യം വ്യത്യാസങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 75,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അതിലിപ്പോ നമ്മള് പ്രൊജക്ടർ, സൗണ്ട് സിസ്റ്റം, സ്ക്രീന് മാത്രമേ ഉൾപ്പെടുള്ളൂ ഇൻസ്റ്റലേഷൻ. ബാക്കി റൂമിന്റെ സെറ്റപ്പ് ഒക്കെ അഡീഷണൽ. അപ്പൊ പ്രമോദ് ഭായി, ഇവിടുത്തെ സ്ക്രീനിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. സ്ക്രീന് നമ്മൾ സാധാരണ നമ്മൾ വർക്ക് ചെയ്യുമ്പോ റെഡിമെയ്ഡ് സ്ക്രീൻ വാങ്ങിയിട്ട് ഫിക്സഡ് ഫ്രെയിം സ്ക്രീനാണല്ലോ ചെയ്യാറ്. ഇത് നമ്മള് വീട്ടിലെ കാരണമായ പുട്ടിയിട്ട് വർക്ക് ചെയ്തിട്ട് അങ്ങനെ ഫിനിഷിംഗ് ആയിട്ട് കോസ്റ്റ് കുറയ്ക്കാനുള്ള ഒരു രീതിയിൽ ചെയ്തതാണ്. അപ്പൊ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെയും ചെയ്യാം. നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല ഫ്രെയിം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞ പെട്ടെന്ന് തോന്നുന്നില്ല അത് അതെ അങ്ങനെ പുട്ടിയിൽ ചെയ്ത ഒരു സ്ക്രീനാണ്. അങ്ങനെയും ചെയ്യാം. കോസ്റ്റ് കുറയ്ക്കുന്ന ഭാഗമായിട്ട് നമുക്ക് ക്ലാരിറ്റിക്ക് ഒരു കുറവില്ല. നല്ല പ്രൊഫഷണൽ സ്ക്രീനിൽ കാണുന്ന അതേ ക്ലാരിറ്റി തന്നെയാണ് കിട്ടുന്നുണ്ട് ഇതിലുള്ളത്. അതെ, അതൊരു ഓപ്ഷനാണ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ട്. അതെ അപ്പൊ അത് കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലേ. കോസ്റ്റ് കുറയ്ക്കാനും പല മാർഗങ്ങളും ഉണ്ട്. അതായത് കസ്റ്റമറുടെ ബഡ്ജറ്റ് എന്താണോ അതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ. അപ്പൊ നമുക്ക് ആ സ്പീക്കർ സിസ്റ്റം കൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. അപ്പൊ ഇതാണ് ഹർമന്റെ, ഇത് മുമ്പ് താങ്കൾ വാങ്ങിച്ചുള്ളതാണ് അല്ലേ. ഹർമന്റെ ആംപ്ലിഫയറാണ്. നമ്മൾ കൂടുതൽ ഡെനോണല്ലേ യൂസ് ചെയ്യാറ്. ഡെനോണിന്റെ റിസീവറും അതേപോലെ പോൾക്കിന്റെ സ്പീക്കർ സിസ്റ്റമാണ് നമ്മൾ കൂടുതൽ സൈറ്റിൽ ചെയ്തിട്ടുള്ളത്. ഹെഡന് സബ്വൂഫറാണ്, ടവേർഡ് സബ്ബാണ്. പ്രമോദ് ഇനി റിക്ലൈനേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യണ്ട നമുക്ക്. റിക്ലൈനേഴ്സ് സെറ്റ് ചെയ്യണം. കാരണം നമ്മള് സ്വന്തം വീടാകുമ്പോൾ സ്റ്റെപ്പ് ആയിട്ടൊക്കെ ചെയ്യാലോ. എന്തെങ്കിലും 2 റിക്ലൈനർ ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. അത് പിന്നീട് സാധാരണ ചെയ്യാം. അപ്പൊ പ്രമോദ് ഭായി, ഇതൊരു ഹോം തിയേറ്ററും അതേപോലെ ഒരു സ്റ്റുഡിയോ കൂടെയാണ് അല്ലേ. അതെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ കൂടിയിട്ടാണ് നമ്മള് ഉദ്ദേശിക്കുന്നത്. നമ്മള് മ്യൂസിക് ഫീൽഡിലുള്ള കാരണം പ്രോഗ്രാമിങ്ങും അതേപോലെ തന്നെ പാട്ട് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ പ്രമോദ് ഭായി ഒരു മ്യൂസീഷ്യനാണ്. പാട്ട് പാടും, കീബോർഡ് വായിക്കും, അതുപോലെ മെലോഡിക്ക അല്ലെ, അങ്ങനത്തെ എക്യുപ്മെന്റും കൂടെ കൈകാര്യം ചെയ്യില്ലേ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ മ്യൂസിക് റിലേറ്റഡ് വീഡിയോസ് നമ്മളെ ചാനലിൽ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.